ഹലോ ഗൈസ്, നന്ദൂസ് ഫാക്ട്സ് എന്ന നിങ്ങളുടെ സ്വന്തം ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ പല ക്രാക്ഡ് ഗെയിംസും പിന്നെ പല ക്രാക്ഡ് സോഫ്റ്റ്വെയർസും ഒക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, പിന്നെ അത് ഉപയോഗിക്കാറുമുണ്ട്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്രാക്ഡ് സോഫ്റ്റ്വെയർസിനൊക്കെ ഫ്രീ ആയതുകൊണ്ടാണ് അവർ ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ പെയ്ഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പെയ്ഡ് ഗെയിംസൊക്കെ ഒത്തിരി വിലയാണ് അല്ലെങ്കിൽ ഒത്തിരി പൈസയാണ്. പക്ഷേ ഈ ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ക്രാക്ഡ് ഗെയിംസ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഇതിലുള്ള റിസ്ക്കുകൾ അല്ലെങ്കിൽ ഇതിനുള്ള ഡിസഡ്വാൻറ്റേജസ്. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഏതെങ്കിലും ഒരു ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രാക്ഡ് സോഫ്റ്റ്വെയർ എന്തുവാണ്, ഈ ക്രാക്ഡ് സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിനെന്നൊക്കെ. പിന്നെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നന്ദൂസ് ഫാക്ട്സ് നിങ്ങളുടെ സ്വന്തം ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു. അങ്ങനെ ചെയ്താൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ക്രാക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അറിയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം അറിയണം ഈ ക്രാക്ക് സോഫ്റ്റ്വെയർ എക്സാക്ട്ലി എന്തോ ആണെന്ന്. ഒത്തിരി പേര് വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ ക്രാക്ക് സോഫ്റ്റ്വെയറിൻ്റെ അർത്ഥം ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ ട്രയൽ വേർഷൻ. അതുകൊണ്ട് കുറേ പേര് ഏതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ ഫ്രീ വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ വേർഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ക്രാക്ക് സോഫ്റ്റ്വെയർ ആണെന്ന് പറയും. പക്ഷേ അതല്ല ശരിക്കും പറഞ്ഞാൽ ക്രാക്ക് സോഫ്റ്റ്വെയർ. നിങ്ങൾ ഏതെങ്കിലും ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തു, പിന്നെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് നിങ്ങൾ അതിലേതെങ്കിലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കീജൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെത്തഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ ആയിട്ടുള്ള ആൽഗോരിതം അങ്ങ് ഡിസേബിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഡിലീറ്റ് ചെയ്തിട്ട് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രാക്ഡ് സോഫ്റ്റ്വെയർ. പിന്നെ ഇതേ ക്രാക്ക് സോഫ്റ്റ്വെയർ തന്നെ ഓരോ ആൾക്കാർ ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ട് തന്നെ ഇൻ്റർനെറ്റിൽ അവരുടേതായിട്ടുള്ള സൈറ്റ്സിൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്കിലൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമുക്ക് ഈ ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അറിയാം. നമ്മൾ തന്നെ ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർസിനാണ് ഡൗൺലോഡ് ചെയ്തത് ഇൻ്റർനെറ്റിലെ പല അൺറിപ്പീഡ് ആയിട്ടുള്ള സൈറ്റ്സും പിന്നെ ചില യൂട്യൂബ് വീഡിയോസിനൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഡൗൺലോഡ് ആകും. പക്ഷേ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രമല്ല പൊതുവേ ഉണ്ടാകുന്നത്. അതിൽ ഒത്തിരി അനാവശ്യമായിട്ടുള്ള യൂസ്ലെസ് ആയിട്ടുള്ള പല ഫയൽസും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അങ്ങ് ഡൗൺലോഡ് ആകും. ഇതേ കാരണത്താൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഗെയിം അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിൻ്റെ കുറേ അനാവശ്യമായിട്ടുള്ള ഫയൽസും എല്ലാം കൂടെ അങ്ങ് ഇൻസ്റ്റാൾ ആകും. അങ്ങനെ ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഈ ഫുൾ മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ ഫുൾ സ്റ്റോറേജും അങ്ങ് ഫില്ലാകും. ഇതേ കാരണത്താലാണ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കേസസ് ഇതേ കാരണത്താലാണ് നമ്മുടെ ഡിസ്ക് സ്പേസ് അങ്ങ് ഫുള്ളായിരിക്കുന്നത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊന്നും. എന്നാലും അഥവാ നിങ്ങൾ ചെയ്താൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ നിങ്ങൾ കൺട്രോൾ പാനലിൽ പോയിട്ട് പ്രോഗ്രാംസിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിൻ്റെ തന്നെ ലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ഒന്നും ചെയ്യാത്ത ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യം ഒരു ഇതും മനസ്സിലായി ഞാൻ കരുതുന്നു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്രാക്ഡ് ഗെയിമോ അതോ ക്രാക്ഡ് സോഫ്റ്റ്വെയറോ ഡൗൺലോഡ് ചെയ്താൽ 90% ചാൻസ് ഉണ്ട് അതിൽ വൈറസോ അതുപോലത്തെ എന്തെങ്കിലും മാലീഷ്യസ് കോഡോ ഉണ്ടെന്ന്. ഞാൻ നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ തന്നെ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഈ ക്രാക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമറോ അതോ ഏതെങ്കിലും ഒരു ഹാക്കറോ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി പ്രോഗ്രാമറിനോ അതോ ഹാക്കറിനോ വേണമെങ്കിൽ നിങ്ങളുടെ ആ ക്രാക്ഡ് ഫയലിൽ ഇച്ചിരി ഏതെങ്കിലും മാലീഷ്യസ് ഫയലോ വേണമെങ്കിൽ ഇടാൻ പറ്റുന്നതാണ്. പക്ഷേ ഇച്ചിരി മാലീഷ്യസ് ഫയൽ മതി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാക്കാക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഹാക്കിങ്ങിനെ കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഹാക്കിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കാണുക. സോ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാക്കായാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്നാ ഡേറ്റ ഈ ഹാക്ക് ചെയ്ത ആൾക്ക് അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഒറ്റ സെക്കൻഡ് മതി അതിന്. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും പേഴ്സണൽ അല്ലെങ്കിൽ ഒത്തിരി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതും ആ ഹാക്കറിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും.
അതുപോലെ പല ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഹാക്കേഴ്സിന് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് മുകളിൽ ഐ ബട്ടണിലുള്ള ആ വീഡിയോ കാണുക. കാരണം എന്ന് വെച്ചാൽ അതിൽ ഞാൻ ഹാക്കിങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. സോ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ഈ പ്രോബ്ലം നോട്ടീസ് ചെയ്ത് കാണുമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ഹോം പേജ് അങ്ങ് മാറും. നിങ്ങൾ ഒപ്പേറ യൂസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം യൂസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉപയോഗിക്കട്ടെ, ഏത് ബ്രൗസർ ഉപയോഗിച്ചാലും ഈ പ്രോബ്ലം കാണും. പക്ഷേ പൊതുവെ ആൾക്കാരൊന്നും ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രാക്ഡ് സോഫ്റ്റ്വെയറിൽ മലീഷ്യസ് ആയിട്ടുള്ള കോഡുണ്ട്, അല്ലെങ്കിൽ വൈറസ് ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഡിഫോൾട്ട് ഹോം പേജ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഒറ്റ സെക്കൻഡത്തേക്ക് വേണ്ടി അത് മാറും. പക്ഷേ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്താൽ വീണ്ടും പഴയ ഈ വൈറസ് കാരണം വന്ന സെയിം ഹോം പേജ് തന്നെ ആയിരിക്കും വീണ്ടും വരുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് 4-5 തവണ സ്കാൻ ചെയ്യുക. പിന്നെ ഫുൾ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യണം, ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് എല്ലാം സ്കാൻ ചെയ്യണം. എന്നാലേ ആ വൈറസ് നേരെ അങ്ങ് ഡിറ്റക്റ്റ് ആവത്തുള്ളൂ. പിന്നെ ഇത് ഫ്രീ വേർഷനായിട്ടുള്ള ആൻറ്റിവൈറസ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അതും നന്നായിട്ട് വർക്കാവും. പക്ഷേ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കമ്പ്യൂട്ടേഴ്സിൽ, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കമ്പ്യൂട്ടേഴ്സിലേ വർക്കാവും. പക്ഷേ ചില കമ്പ്യൂട്ടേഴ്സിൽ ഈ സൊല്യൂഷൻ വർക്കാവത്തില്ല. അവർക്ക് വേണ്ടി കുറേ വേറെ സൊല്യൂഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിലി ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ കാര്യം ഒരുവിധം മനസ്സിലായി ഞാൻ കരുതുന്നു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ക്രാക്ക് സോഫ്റ്റ്വെയർസൊക്കെ ഒത്തിരി കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും മെജോറിറ്റി ഓഫ് ദ ക്രാക്ക് സോഫ്റ്റ്വെയർസ് എല്ലാം സിപ്പ് ഫോർമാറ്റിലാണ് വരുന്നത്. പിന്നെ ഈ സിപ്പ് ഫയൽ നിങ്ങൾ വിൻഡാർ ഉപയോഗിച്ചോ, അതുപോലെ ഏതെങ്കിലും 7-zip ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. കുറേ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പാസ്വേഡൊക്കെ അവരുടെ സൈറ്റിൽ തന്നെ കാണും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ക്രാക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ആ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അതോ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിലോ കാണും. പക്ഷേ ചില വെബ്സൈറ്റ്സിൽ ഒക്കെ എഴുതിയിരിക്കും ഈ സ്റ്റെപ്സ് ചെയ്യൂ എന്നാലേ പാസ്വേഡ് ലഭിക്കത്തുള്ളൂ എന്ന്. പിന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റിലെ ഈ ഓണർ അല്ലെങ്കിൽ ഹാക്കറിന് അല്ലെങ്കിൽ യൂസർ പറയുന്ന സ്റ്റെപ്സ് എല്ലാം ചെയ്താൽ അത് ചിലപ്പം ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര വലിയ റിസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ സ്റ്റെപ്സൊന്നും ചെയ്യരുത്. നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ വെബ്സൈറ്റിൻ്റെ ഓണറൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എന്തുവാണ് കുഴപ്പമെന്ന്. സോ ഒത്തിരി കേസസിൽ എന്ന് പറഞ്ഞാൽ ഈ സിപ്പ് ഫയലിൽ എന്ത് വേണോ ഇടാൻ പറ്റും. അതുകൊണ്ട് ചിലപ്പോൾ അതിൽ ഒറിജിനൽ ഫയലൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വൈറസോ വല്ലതും ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പോലെ 90% ഓഫ് ദ ക്രാക്ക് ആയിട്ടുള്ള ഈ സൈറ്റ്സിലെല്ലാം കിട്ടുന്നത് ക്രാക്ക് സോഫ്റ്റ്വെയറും പിന്നെ വൈറസുമാണ്. ചില ക്രാക്ക് സൈറ്റിലൊക്കെ വൈറസ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ചില വെബ്സൈറ്റ്സ്, എസ്പെഷ്യലി ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ താഴെയുള്ള ഈ പേപാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ താഴെയുള്ള ഈ Paytm അക്കൗണ്ടിൽ കാശ് അയച്ചു തരിക എന്നാലേ പാസ്വേഡ് ലഭിക്കത്തുള്ളൂ എന്ന്. സോ ഈ കാശ് ലാഭിക്കാൻ തന്നെയാണ് നമ്മൾ ഈ ക്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി ഈ ക്രാക്ക് സോഫ്റ്റ്വെയറിന് തന്നെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു മഹാപണി തന്നെയാണ്. സോ നിങ്ങളൊരിക്കലും ഇതുപോലത്തെ ഈ പേപാൽ അക്കൗണ്ടിൽ പൈസ അയച്ചു തരിക അങ്ങനെയൊന്നും ചെയ്താൽ നിങ്ങളൊരിക്കലും അയക്കരുത്. കാരണം എന്ന് വെച്ചാൽ അതിൽ എന്ത് വേണോ ആകാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അതിൽ വൈറസ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യം മനസ്സിലാക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ ഇതുപോലത്തെ വൈറസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ കാര്യം ഒരു വിധം മനസ്സിലായി ഞാൻ കരുതുന്നു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോം ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 90% ഓഫ് ദ ക്രാക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ വൈറസ് ഉണ്ട് അല്ലെങ്കിൽ മലീഷ്യസ് കോഡുണ്ട്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഈ ഏതെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ ഡേറ്റയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഫുൾ അങ്ങ് കറപ്റ്റ് ആവാൻ ചാൻസസ് ഉണ്ടെന്ന്. പിന്നെ ചില എക്സ്ട്രീം കേസസിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് തന്നെ അങ്ങ് ക്രാഷ് ആവാൻ ചാൻസസ് വരെ ഉണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഷോർട്ട് കട്ട് വൈറസസ് വരെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഒറ്റ തവണ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഷോർട്ട് കട്ട് വൈറസ് വന്നാൽ മതി, നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ റിക്കവർ ചെയ്യുന്നത് വളരെ 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 ഡിഫിക്കൽട്ടാകും. സോ ഇതിനൊരു ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. സോ ഇതിൻ്റെ സൊല്യൂഷൻ വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേറ്റയും ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ ഒത്തിരി കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിലും റിലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ക്ലൗഡ് സ്റ്റോറേജ് അറിയുന്ന ഒറ്റ അക്കൗണ്ട് മതി നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ വേണോ ആ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ കാര്യങ്ങളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ അതോ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റയുടെ ഒരു കോപ്പി വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏത് ക്രാക്ക് സോഫ്റ്റ്വെയർ വേണോ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോപ്പി കാണും. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിക്കാൻ ഒരു ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യം ഒരു മനസ്സിലായി ഞാൻ കരുതുന്നു. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. സോ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസിൻ്റെ ഫ്രീ ആൾട്ടർനേറ്റീവ്സ് തരിക. കാരണം ഇക്കാലത്ത് എല്ലാ കാര്യങ്ങളുടെയും ഫ്രീ ആൾട്ടർനേറ്റീവ്സ് നെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക. പിന്നെ നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഫാക്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അങ്ങനെ വെച്ചാൽ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ്സ് സജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. കാരണം മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് ഈ ക്രാക്ക് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ അവർക്ക് ഒരു സഹായമാണ് ചെയ്യുന്നത്. പിന്നെ അറിവ് പകരുന്ന വളരെ നല്ലൊരു കാര്യവുമാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.